ഹലോ മച്ചന്മാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. നിങ്ങൾക്ക് ഈ കിളിയെല്ലാം പാറുന്ന രീതിയിലുള്ള ടൈം ലൂപ്പ് മൂവികൾ അതിഷ്ടമാണോ? ഇഷ്ടമാണെങ്കിൽ ധൈര്യമായിട്ട് ഈ കഥ കേൾക്കാൻ ആരംഭിച്ചു കേട്ടോ. പിന്നെ വേറൊരു കാര്യം, ഇതുപോലെയുള്ള കഥകൾ എല്ലാവർക്കും ഇഷ്ടമാകണമെന്നില്ല. നിങ്ങളുടെ തലയുടെ കറക്കി കളയും ചിലപ്പോൾ. അതായത് കിളി പാറിച്ചു കളയും. എന്നാൽ കിളി പോവാതിരിക്കാൻ വേണ്ടി ഞാൻ പരമാവധി ശ്രദ്ധിക്കാം. നന്നായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതുകൊണ്ട് നിങ്ങൾ ഈ കഥ കേട്ടോ, നിർത്തി പോകുന്നും വേണ്ട. കഥയെക്കുറിച്ച് ചുരുക്കിയെന്ന് പറയുകയാണെങ്കിൽ, ട്രെയിനിൽ നിന്നിറങ്ങി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയ നമ്മുടെ കഥാനായകൻ അവൻ എത്ര നോക്കിയിട്ടും ആ സ്റ്റേഷന്റെ പുറത്തേക്ക് അവൻ ഇറങ്ങാൻ പറ്റുന്നില്ല. എത്ര നടന്നു പോയാലും അവസാനം എത്തിയ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തുകയാണ്. ഇതെന്തുകൊണ്ടാണെന്ന് അവന് മനസ്സിലാവുന്നേ ഇല്ല. ഒരു വലിയ ട്രാപ്പ്. ആ ഒരു ട്രാപ്പിൽ നിന്നും അവന് രക്ഷപ്പെടാൻ പറ്റുമോ ഇല്ലയോ എന്നതാണ് ഈ ഒരു കഥ. അപ്പൊ നേരെ കഥയിലേക്ക് പോവല്ലേ, കഥയുടെ ഈ മായാ ലോകത്തിലേക്ക്. സോ അഗൈൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. സിനിമയുടെ ആരംഭത്തിൽ ഒരു മെട്രോ ട്രെയിൻ കാണിക്കുകയാണ്. അതിൽ കുറച്ചധികം യാത്രക്കാരുണ്ട്. ആ കൂട്ടത്തിലാണ് നമ്മുടെ ഈ ഒരു കഥയുടെ ഹീറോ ആയിട്ടുള്ള ഹറൂട്ടോ ഉള്ളത്. വേറൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ചുമ്മാ ഫോണിൽ നോക്കി കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഹറൂട്ടോ. ഇതേ നേരത്ത് തന്നെ അപ്പുറത്തുണ്ടായിരുന്ന ഒരു സ്ത്രീയുടെ കയ്യിൽ ഒരു കുഞ്ഞുണ്ടായിരുന്നു. കുഞ്ഞാണെങ്കിൽ ഭയങ്കര കരച്ചിലാണ്. ഇപ്പൊ ആ സ്ത്രീയുടെ അടുത്തുണ്ടായിരുന്ന ഒരാൾ പറയാണ്, നിങ്ങൾക്ക് എന്താ ഒരു നാണയില്ലേ, ഒരു ബോധമില്ലേ? ഇവിടെ എത്ര സൈലന്റ് ആയിട്ടാ ഓരോ ആൾക്കാർ നിൽക്കുന്നത്. അതിനിടയിൽ ഈ കുഞ്ഞിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരേണ്ട വല്ല ആവശ്യമുണ്ടോ? ഈ കുഞ്ഞ് കരയുന്നത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാലോ എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായിട്ട് ആ അമ്മയോട് ഇയാൾ സംസാരിക്കുകയാണ്. എന്നാൽ ഇതെല്ലാം കണ്ട് വെറുതെ നിൽക്കല്ലാതെ ഒരാൾ പോലും അതിനെതിരെ പ്രതികരിക്കുന്നില്ല. കൂട്ടത്തിൽ നമ്മുടെ കഥാനായകനായിട്ടുള്ള ഹറൂട്ടോയും. അങ്ങനെ അവന് ഇറങ്ങേണ്ട ആ ഒരു സ്റ്റേഷൻ വന്നു. അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് അവന്റെ ഗേൾഫ്രണ്ട് ആയിട്ടുള്ള യോനയെ വിളിക്കുകയാണ്. നീ എവിടെയാണെന്ന് യോനെ ചോദിച്ചപ്പോൾ ഞാൻ ജോബിനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, നീ എവിടെയാണ് യോനാന്ന് ചോദിച്ചപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഒരു ആശുപത്രിയിലാണ്. ഇത് കേട്ടപ്പോൾ ഹറൂട്ടോ ഒന്ന് ഞെട്ടുകയാണ്. അല്ല, എന്താ പറ്റിയത്? പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ യോന് പറയാണ്, ചെറിയൊരു പ്രശ്നമുണ്ട്, ഞാനിപ്പോ പ്രഗ്നന്റ് ആണ്. ഇത് കേട്ട ഹറൂട്ടോ ഞെട്ടിപ്പോവാണ് കേട്ടോ. കാരണം ഇവര് രണ്ടുപേരും സെപ്പറേറ്റ് ആയി. ഇതിന് ശേഷമാണ് ഇപ്പോ അവൾ പ്രഗ്നന്റ് ആയി എന്നുള്ള കാര്യം ഇവർ അറിയുന്നത്. സോ എന്ത് ചെയ്യണമെന്ന് അവൾക്കൊരു പിടുത്തില്ല, ഇപ്പൊ ഹറൂട്ടോയ്ക്കും ഒരു പിടുത്തില്ല. അപ്പൊ ഈ ഒരു ടെൻഷന്റെ ഇടയിൽ അവന്റെ കയ്യിൽ നിന്നും ആ ഒരു ഫോൺ താഴേക്ക് വീണുവാണ്. ആ നേരത്തെല്ലാം യോനോ എന്തോ പറയുന്നുണ്ട്. അവൻ വേഗം തന്നെ ഫോൺ എടുക്കുകയാണ്. അവൾ ആ സമയത്ത് എന്താ പറഞ്ഞതെന്ന് ഹറൂട്ടോയ്ക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പൊ യോനോ ചോദിക്കുകയാണ്, ഞാൻ പറഞ്ഞത് കേട്ടില്ലേ, എന്താ നിന്റെ തീരുമാനം? എന്നാൽ എന്താണ് പറയേണ്ടതെന്ന് ഹറൂട്ടോയ്ക്ക് യാതൊരു പിടുത്തവുമില്ല കേട്ടോ. അവൻ പറയാണ്, ഞാൻ എന്തായാലും ആശുപത്രിയിലേക്ക് വരാം, എന്നിട്ട് നമുക്ക് ഒരുമിച്ചൊരു തീരുമാനം എടുക്കാന്ന് പറയണം. പക്ഷേ യോനോ പറയുന്നത്, ഞാൻ ഓൾറെഡി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു, നീയുമായിട്ട് ജസ്റ്റ് ഒന്ന് സംസാരിക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ വിളിച്ചത്. എന്നാൽ ആ കാര്യം എന്താണെന്ന് പറയാൻ നോക്കുമ്പോഴേക്കും അവന്റെ ഫോണിന്റെ സിഗ്നൽ പോവാണ്. എന്നാൽ അതിലൊരു അസ്വാഭാവികതയൊന്നും ഹറൂട്ടോയ്ക്ക് തോന്നിയില്ല കേട്ടോ. കാരണം ഈ ടണലിന്റെ അടിയിൽ സ്വാഭാവികമാണ് ഇതുപോലെ റേഞ്ച് പോകുന്നത്. പുറത്തേക്ക് ഇറങ്ങിയിട്ട് വിളിക്കാന്ന് വിചാരിക്കുകയാണ്. എന്തായാലും അവൻ അവിടെ ഇപ്പോൾ ഒരു സൈൻ ബോർഡ് കാണുന്നുണ്ട്, എക്സിറ്റ് 8 പറഞ്ഞിട്ട്. അപ്പൊ അതിലൂടെ അവൻ കടക്കാൻ നിൽക്കുന്ന സമയത്ത് അവന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു വൈറ്റ് ഷർട്ട് ഇട്ട ആള് പോവാണ്. അവന് പ്രത്യേകിച്ച് മൈൻഡ് ആക്കുന്നൊന്നുമില്ല. ഒരുമാതിരി ഒരു റോബോട്ടിനെ പോലെയാണ് അയാൾ നടന്നു പോകുന്നത്. എന്നാൽ അത് വലിയ കാര്യമാകാതെ ഹറൂട്ടോ വീണ്ടും മുന്നോട്ടേക്ക് നടന്നു പോവാണ്. നടന്നുപോയി ഇപ്പൊ അവൻ എത്തി നിൽക്കുന്ന സ്ഥലം കണ്ടപ്പോൾ അവൻ ചെറുതായിട്ടൊന്ന് ഞെട്ടിപ്പോവാണ്. അതായത് നേരത്തെ കണ്ട അതേ എക്സിറ്റ് 8 ആ ബോർഡിന്റെ ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. അതുപോലെ നേരത്തെ കണ്ട ആ വൈറ്റ് ഷർട്ട് ഇട്ട ആളുണ്ടല്ലോ, അയാളെ അവൻ വീണ്ടും കാണുകയാണ്. ഇപ്പൊ അവന്റെ ഉള്ളിൽ ചെറിയൊരു പേടി കുടുങ്ങിയിട്ടുണ്ട്. ഇതിപ്പോ എന്താ സെയിം ആയിട്ടുള്ള സ്ഥലത്തേക്ക് ഞാൻ എത്തിയിരിക്കുന്നു. വീണ്ടും അതേ എക്സിറ്റ് വഴി അവൻ മുന്നോട്ടേക്ക് പോവാണ്. കുറച്ചു ദൂരം നടന്നതിന് ശേഷം അതേ സ്ഥലത്ത് തന്നെ അവൻ വീണ്ടും എത്തുകയാണ്. മാത്രമല്ല വെള്ള ഷർട്ട് ഇട്ട ആള് വീണ്ടും അവനെ ക്രോസ് ചെയ്തു പോവാണ്. അയാൾ നടക്കുന്ന സമയത്ത് അയാളിട്ട് ആ ഒരു ബൂട്ട് ഉണ്ടല്ലോ, അതിന്റെ ആ ഒരു ശബ്ദം, ടക് ടക് എന്നുള്ള ആ ഒരു ശബ്ദം വ്യക്തമായിട്ട് അവൻ കേൾക്കുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് തന്നെ ആ ഒരു ശബ്ദം ഇല്ലാതാവുകയാണ്. അയാൾ എവിടെ പോയി എന്ന് കരുതിയിട്ട് തിരിഞ്ഞു നോക്കിയ സമയത്ത് അവന്റെ പിന്നിൽ തന്നെ ആ ആളുണ്ടല്ലോ ഒരു വല്ലാത്ത ചിരിയും ചിരിച്ച് അങ്ങനെ നിൽക്കുകയാണ്. അവനാകെ ഞെട്ടിപ്പോയി. അവൻ എങ്ങനെയെങ്കിലും പുറത്ത് കടന്നാൽ മതി എന്ന് വിചാരിച്ചിട്ട് മുന്നോട്ടേക്ക് വീണ്ടും ഓടുകയാണ്. ഓടി നോക്കുമ്പോൾ വീണ്ടും അത് എത്തിയിരിക്കുന്നു എക്സിറ്റ് 8 തന്നെ. ഇതിനി മുന്നോട്ടേക്ക് പോയിട്ട് കാര്യമില്ല, തിരിച്ചു പോകാം എന്ന് കരുതിയിട്ട് അവൻ വേഗം തന്നെ വന്ന വഴിയെ തിരിച്ചു പോവാണ്. ആ സമയത്ത് അവൻ മറ്റൊരു ബോർഡ് കാണുന്നുണ്ട്, എക്സിറ്റ് 0 എന്ന് പറഞ്ഞിട്ട്. അവൻ എന്തായാലും ആ ഒരു ബോർഡ് വീണ്ടും താണ്ടിക്കൊണ്ട് അപ്പുറത്തേക്ക് ഒന്നുകൂടെ നടക്കുകയാണ് കേട്ടോ. എന്നാൽ അതാ വീണ്ടും എക്സിറ്റ് 8ന്റെ അടുത്തേക്ക് തന്നെ എത്തിയിരിക്കുകയാണ്. അവന്റെ തൊട്ട് മുന്നിലൂടെ തന്നെ വെള്ള ഷർട്ട് ഇട്ട ആള് വീണ്ടും നടന്നു പോവാണ്. അയാൾക്ക് യാതൊരു എക്സ്പ്രഷനും ഇല്ല, ഒരു റോബോട്ടിനെ പോലെയാണ് അവന്റെ മുന്നിലൂടെ പോകുന്നത്. എന്നാൽ ഈ സമയത്ത് ഹറൂട്ടോയ്ക്ക് ഒരുമാതിരി പ്രാന്ത് പിടിച്ചതുപോലെ ആവുകയാണ്. എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനായിട്ട് അവൻ എന്തൊക്കെയോ അവിടുന്ന് കാണിച്ചു കൂട്ടുന്നുണ്ട്. എമർജൻസി അലാറം ബട്ടൺ ഉണ്ടായിരുന്നു, അതെല്ലാം പിടിച്ച് ഞെക്കുകയാണ്. അതുപോലെ തന്നെ അവിടെ ഒരു ഡോർ ഉണ്ടായിരുന്നു, ആ ഡോറ് പിടിച്ച് തുറക്കാൻ നോക്കുന്നുണ്ട്. ഒരു രക്ഷയില്ല. ഇതേ നേരത്ത് തന്നെ ആ ടണലിന്റെ പല ഭാഗത്തായിട്ട് ഓരോ ചിത്രത്തിന്റെ ഫ്രെയിമുകൾ കാണുന്നുണ്ട്. അതിലൊരു ഫ്രെയിമിൽ കുറച്ച് ഉറുമ്പുകൾ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ ചിഹ്നം ഉണ്ടല്ലോ, ആ ചിഹ്നത്തിലൂടെ അങ്ങനെ അരിക്കുന്നതായിട്ടുള്ള ഒരു ചിത്രം അവൻ കാണുകയാണ്. ഈ സമയത്താണ് ഹറൂട്ടോയ്ക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത്, ഏതോ വലിയൊരു ടൈം ലൂപ്പില് അല്ലെങ്കിൽ ടൈം ട്രാപ്പിൽ അവൻ വന്ന് പെട്ടിരിക്കുകയാണ്. എന്നാൽ എങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന് ഹറൂട്ടോയ്ക്ക് ഒരു പിടുത്തവുമില്ല. ഇതേ നേരം തന്നെ എക്സിറ്റ് 8 എന്ന് പറഞ്ഞ ആ ഒരു ബോർഡ് ഉണ്ടല്ലോ, അതിൽ നിന്നും കട്ടകട്ടയായിട്ട് ചോര താഴെ കുലിക്കുകയാണ്. ഇത് കണ്ട് പേടിച്ചു പോയ ഹറൂട്ടോ പിന്നിലേക്ക് ഓടി വരികയാണ്. തിരിഞ്ഞു വരുന്ന സമയത്ത് വൈറ്റ് ഷർട്ട് ഇട്ട ആളെ വീണ്ടും അവൻ കാണുന്നുണ്ട്. അയാൾ കയ്യിൽ ഫോണും വെച്ച് അതിലെന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അയാളോടൊന്നും സംസാരിക്കാതെ തന്നെ ഹറൂട്ടോ തിരിച്ചിങ്ങനെ ഓടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അവൻ നേരത്തെ കണ്ട ആ ഒരു ബോർഡിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. എന്നാൽ നേരത്തെ അവിടെ 0 എന്നായിരുന്നു, പക്ഷെ ഇപ്പോ അത് 1 എന്നായിട്ടുണ്ട്. ഇതെങ്ങനെ 0യിൽ നിന്ന് 1 ആയി മാറി എന്ന് ഹറൂട്ടോയ്ക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല. എന്നാൽ അതേ നേരത്ത് തന്നെ അവിടെ ഒരു ബോർഡ് ഉണ്ടായിരുന്നു, റൂൾസ് ബോർഡ് എന്നതിൽ
ബോർഡിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതിൽ എഴുതിയ കാര്യങ്ങൾ ഹരൂട്ടോ വായിക്കുകയാണ്. അതായത് ഇവിടെ നിന്ന് മുന്നോട്ടേക്ക് നിങ്ങൾക്ക് നടക്കാം. നടന്ന് ആ ഒരു എക്സിറ്റ് 8 എന്ന് പറഞ്ഞ ആ ഒരു ബോർഡിന്റെ അടുത്തേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾ നടക്കുന്ന ഇത്രയും ദൂരത്തിൽ യാതൊരു മാറ്റവും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സിറ്റ് 8 താണ്ടിക്കൊണ്ട് മുന്നോട്ടേക്ക് പോകാം. ഇനി അഥവാ എക്സിറ്റ് 8 എന്ന് പറഞ്ഞ ആ ഒരു ബോർഡിന്റെ അവിടെ എത്തുന്നതിന് മുന്നേ ആയിട്ട് ഇവിടെ എന്തെങ്കിലും മാറ്റങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ തിരിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരണം. അങ്ങനെ 8 റൗണ്ടുകൾ ഉണ്ടാവും. 8ഉം കറക്റ്റ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പുറത്തേക്ക് പോകാൻ കഴിയും. ഇനിയിപ്പോ 7ാമത്തെ റൗണ്ട് പൂർത്തിയാക്കി 8ാമത്തെ റൗണ്ട് എന്നാണ് മിസ്റ്റേക്ക് കാണിക്കുന്നതെങ്കിൽ വീണ്ടും ഈ ലൂപ്പ് റീസ്റ്റാർട്ട് ആവും. അതായത് ഈ ബോർഡിൽ വീണ്ടും 0 എന്നായി മാറും. എന്നാൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഹരൂട്ടോ പതിയെ മുന്നോട്ടേക്ക് പോവാണ്. ഇതേ നേരത്തിന് വൈറ്റ് ഷർട്ട് ഇട്ട ആ ആളെ കാണുന്നുണ്ട്. അയാളോട് ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും അയാളുടെ ഭാഗത്തുനിന്ന് യാതൊരു മറുപടിയില്ല. അതുപോലെ തന്നെ നേരത്തെ എക്സിറ്റ് 8 എന്ന ആ ഒരു ബോർഡിൽ ബ്ലഡ് കണ്ടപ്പോഴാണല്ലോ അവൻ തിരിച്ചു പോയത്. ഇപ്പൊ നോക്കുമ്പോൾ അവിടെ ബ്ലഡ് ഒന്നുമില്ല. എന്തായാലും ആ വെള്ള ഷർട്ട് ഇട്ട ആളുടെ പിന്നാലെ തന്നെ അവൻ പോവാണ്. എന്നാൽ അയാളുടെ പിന്നാലെ പോയ ഹരൂട്ടോ വീണ്ടും എത്തുന്നത് ആ തുടക്കത്തിലെ ബോർഡിലേക്കാണ്. എന്നാൽ നേരത്തെ 1 എന്നായിരുന്ന ആ ഒരു ബോർഡ് ഇപ്പോൾ 0 ആയിരിക്കുകയാണ്. അതായത് 1ാമത്തെ റൗണ്ട് അവൻ തെറ്റിച്ചിരിക്കുകയാണ്. സോ വീണ്ടും ലൂപ്പ് റീസ്റ്റാർട്ട് ആയി. നേരത്തെ ആ ഒരു സൈൻ ബോർഡിൽ നിന്നും രക്തം കണ്ടപ്പോൾ അവൻ തിരിഞ്ഞോടിയില്ലേ. രക്തം അവിടെ കാണുക എന്ന് പറഞ്ഞാൽ അത് അസ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ തിരിച്ചു വരണം. അതുകൊണ്ടാണ് നേരത്തെ 0 എന്നതിൽ നിന്നും 1 ആയിട്ട് മാറിയത്. ഒരു റൗണ്ട് അവൻ കംപ്ലീറ്റ് ചെയ്തെങ്കിലും 2ാമത്തെ റൗണ്ട് അവൻ തെറ്റിച്ചു. അതുകൊണ്ട് തന്നെ വീണ്ടും റീസ്റ്റാർട്ട് ആയി 0 ആയിരിക്കുകയാണ്. ആ കാര്യം ഇപ്പോൾ ഹരൂട്ടോയ്ക്ക് മനസ്സിലായി. എന്തായാലും ശ്രദ്ധിച്ച് കളിച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ നോക്കി നടന്നാൽ മാത്രമേ ഈ ഒരു ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് നടക്കാൻ പറ്റുള്ളൂ എന്ന് അവന് മനസ്സിലായി. അതുകൊണ്ട് പതിയെ പതിയെ ആ ഒരു ടണലിലൂടെ അവൻ നടക്കാൻ തുടങ്ങുകയാണ്. പോകുന്ന വഴിയിൽ അവിടെ ഉണ്ടായിരുന്ന ഫോട്ടോ ഫ്രെയിമുകൾ, ഡോറ്, ഇതിന്റെ എല്ലാത്തിന്റെയും ഓരോ പിക്ചർ അവൻ എടുത്തു വെക്കുന്നുണ്ട്. അതുപോലെ അതിലൂടെ നടന്നു പോയ ആ ഒരു വെള്ള ഷർട്ട് ഇട്ട ആളുണ്ടല്ലോ, അയാളുടെ ചിത്രവും അവൻ എടുത്തു വെക്കുകയാണ്. കാരണം അടുത്ത തവണ വരുന്ന സമയത്ത് ഈ ഫോട്ടോയിൽ നോക്കി ഇവിടെ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് നോക്കാൻ പറ്റുമല്ലോ. എന്തായാലും ഇപ്പൊ അവൻ എക്സിറ്റ് ബോർഡിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അതായത് എക്സിറ്റ് 8ന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇത്രയും നേരം അവൻ ഇവിടം വരെ നടന്നു വന്നതിൽ യാതൊരു മാറ്റം ഉള്ളതായിട്ട് അവന് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ എക്സിറ്റ് 8 കടന്നുകൊണ്ട് അവൻ മുന്നോട്ടേക്ക് പോകണം. അങ്ങനെ അവൻ നടന്ന് നേരത്തെ കണ്ട ആ ഒരു 0 ബോർഡ് ഉണ്ടല്ലോ, ആ ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. അതിപ്പോ 1 ആയിട്ടുണ്ട്. അതായത് 1ാമത്തെ റൗണ്ട് അവൻ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. സോ 2ാമത്തെ റൗണ്ടിലേക്ക് അവൻ കടക്കാൻ പോവാണ്. പതിയെ മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് കയ്യിലുണ്ടായിരുന്ന ഫോൺ ഉണ്ടല്ലോ, അതിൽ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തായിരുന്നല്ലോ, അതിൽ നോക്കി യാതൊരു മാറ്റം ഇല്ല എന്ന് കൺഫേം ചെയ്ത് പോകലാണ് അവന്റെ ആ ഒരു പദ്ധതി. എന്നാൽ ഫോൺ എടുത്ത് ആ ഫോട്ടോസ് എല്ലാം നോക്കുന്ന സമയത്ത് എല്ലാം ഒരുമാതിരി ഒരു മഞ്ഞ കളർ. എന്നാൽ ബാക്കിയുള്ള ഫോട്ടോസിനൊന്നും യാതൊരു കുഴപ്പമില്ല കേട്ടോ. ഇപ്പൊ അവനെടുത്ത ഫോട്ടോകൾ മുഴുവനായിട്ടും ഇതുപോലെ മഞ്ഞ കളറായി കിടക്കുകയാണ്. അതായത് ഈ ഗെയിമിൽ നിന്നും എന്താ പറയാ, ചീറ്റ് ചെയ്തുകൊണ്ട് അവൻ ഒരിക്കലും ജയിക്കാൻ കഴിയില്ല. അവന്റെ മൈൻഡ് ഉപയോഗിച്ച് ഓർത്തു വെച്ചുകൊണ്ട് മാത്രമേ ഈ ലൂപ്പിൽ നിന്നും അവന് പുറത്തേക്ക് കടക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് നേരത്തെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ആ ഫ്രെയിമിലേക്കും ചുമരിലേക്കും ഡോറിലേക്കൊക്കെ അവൻ നോക്കിയായിരുന്നു. അപ്പൊ ആ ഒരു ഓർമ്മയിൽ ഫുള്ളായിട്ട് നോക്കി ശ്രദ്ധിച്ച് അവൻ അങ്ങനെ ആ ഒരു ടണലിലൂടെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ നേരം വൈറ്റ് ഷർട്ട് ഇട്ട ആളുണ്ടല്ലോ, ഇത്തവണ നടന്നു പോവാതെ അവിടെ വന്ന് ചിരിച്ചോണ്ട് നിൽക്കുകയാണ്. ഇത് കണ്ടപ്പോ ഹരൂട്ടോയ്ക്ക് തോന്നി, ഇത് നേരത്തെ നടന്നതുപോലെയല്ലോ, ഇയാൾ എന്താ നടന്നു പോവാതെ, എന്താ ഇവിടെ ഇരുന്ന് ചിരിക്കുന്നത്? അപ്പൊ ഇത് അസ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമല്ലേ. അതുകൊണ്ട് എക്സിറ്റ് 8 താണ്ടി പോവുകയല്ല വേണ്ടത്, ഇവിടുന്ന് റിവേഴ്സ് വന്ന സ്ഥലത്തേക്ക് തന്നെ നടന്നു പോവാ വേണ്ടത്. അവൻ അതുപോലെ ചെയ്യാണ്. ഇപ്പൊ അവൻ നേരെ വന്ന സ്ഥലത്തേക്ക് തന്നെ വന്നു. ഇപ്പൊ ആ ഒരു ബോർഡിൽ നമ്പർ 2 എന്നായിട്ടുണ്ട്. അതായത് 2ാമത്തെ റൗണ്ട് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. പിന്നീട് വീണ്ടും നമ്മുടെ ഹരൂട്ടോ മുന്നോട്ടേക്ക് വളരെ ശ്രദ്ധിച്ചു പോവാണ്. പോകുന്ന വഴിയിൽ ആ ചുമരിലുണ്ടായിരുന്ന ആ ചിത്രത്തിന്റെ ബോർഡുകൾ, പരസ്യങ്ങൾ, 3ഓളം വാതിലുകൾ, അതുപോലെ വെള്ള ഷർട്ടിട്ട ആ ആള്, അതുപോലെ മുകൾ ഭാഗത്തെ വെന്റിലേഷൻ ഹോളുകൾ, ഇതെല്ലാം കറക്റ്റ് തന്നെയാണ്, യാതൊരു മാറ്റവും. എന്നാൽ കുറച്ച് മുന്നോട്ടേക്ക് പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചില ഷെൽഫുകൾ, ലോക്കറുകൾ, അതിനുള്ളിൽ നിന്ന് ഒരു കുട്ടിയുടെ കരച്ചിൽ നിൽക്കുകയാണ്. വേഗം തന്നെ അങ്ങോട്ടേക്ക് പോയി ഹരൂട്ടോ അതിലൊന്ന് തുറക്കാൻ നോക്കുമ്പോൾ ബാക്കിയുള്ള എല്ലാത്തിൽ നിന്നും ശബ്ദം കേൾക്കാൻ തുടങ്ങുകയാണ്. അപ്പൊ തന്നെ ഹരൂട്ടോയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, ഇത് അസ്വാഭാവികമാണ്. അതുകൊണ്ട് എക്സിറ്റ് 8 താണ്ടിക്കൊണ്ട് മുന്നോട്ടേക്കല്ല പോവേണ്ടത്, തിരിച്ചാണ് വരേണ്ടത്. അതുകൊണ്ട് അവൻ നേരെ തിരിച്ചു വരികയാണ്. തിരിച്ചു വന്ന് നോക്കുന്ന സമയത്ത് ആ ബോർഡിൽ 3 എന്നായിട്ടുണ്ട്. അതായത് 3ാമത്തെ റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ വീണ്ടും അവൻ 4ാമത്തെ റൗണ്ടിലേക്ക് പോവാണ് കേട്ടോ. പതിയെ അങ്ങനെ നടക്കുന്നുണ്ട്. ചുറ്റുള്ള എല്ലാ കാര്യം നോക്കുകയാണ്. ആ ചുമരിലുള്ള ചിത്രങ്ങൾ, ഡോറുകൾ, വെന്റിലേഷന്റെ ഹോളുകൾ, ആ നടന്നു പോകുന്ന വെള്ള ഷർട്ടിട്ട ആള്, എല്ലാം ഒരുപോലെ തന്നെ. എന്നാൽ എക്സിറ്റ് 8 അത് താണ്ടി കടക്കാൻ നിൽക്കുന്ന സമയത്ത് ഹരൂട്ടോയ്ക്ക് ഒരു സംശയം. അതായത് ആ ചുമരിൽ വെച്ച ചിത്രങ്ങൾ അതെല്ലാം അവനെ തന്നെ നോക്കുന്നത് പോലെ. അതുകൊണ്ട് പതിയെ അവൻ തിരിച്ചു വരികയാണ്. അപ്പോഴും ആ കണ്ണുകൾ, ചിത്രത്തിലുള്ള കണ്ണുകൾ അവന് നേരെ തിരിയുന്നതായിട്ട് അവന് തോന്നുകയാണ്. അതായത് നേരത്തെയൊന്നും ഇങ്ങനൊരു കാര്യം അവന് തോന്നിയില്ല. അതുകൊണ്ട് ഇതൊരു അസ്വാഭാവികമായിട്ടുള്ള കാര്യമല്ലേ, അതുകൊണ്ട് തിരിച്ചു നടക്കാം. ചെറിയൊരു സംശയത്തിന്റെ പേരിൽ അവൻ തിരിച്ചു നടക്കുകയാണ്. എന്നാൽ ആ സംശയം ശരിയായിരുന്നു. ഇപ്പൊ ആ ഒരു ബോർഡിൽ 4 എന്നാണ് കാണിക്കുന്നത്. 4ാമത്തെ റൗണ്ട് അവൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇത് കണ്ട സമയത്ത് ഹരൂട്ടോയ്ക്ക് ഹാപ്പി ആവാണ്. ആ കാര്യങ്ങളൊക്കെ കുറച്ച് സിമ്പിൾ ആണ്, ഇതിനെ എളുപ്പം മാനേജ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇനി 4 റൗണ്ട് കൂടിയല്ലോ, ആ 4 റൗണ്ട് എളുപ്പത്തിൽ കംപ്ലീറ്റ് ചെയ്യാന്ന് അവൻ വിചാരിക്കുകയാണ്. സോ അവൻ വീണ്ടും നടക്കാൻ തുടങ്ങുകയാണ്. എന്നാൽ ഇത്തവണ പോകുന്ന സമയത്ത് യാതൊരു മാറ്റവും എവിടെയും ഫീൽ ആവുന്നില്ല. ആ ഡോറുകളും ചിത്രങ്ങളും വെന്റിലേഷൻ ഹോളും ഇതൊന്നും യാതൊരു മാറ്റവും ഇല്ല. പിന്നെ ഫോൺ വിളിച്ച് നടന്നു പോകുന്ന ആ വൈറ്റ് ഷർട്ടിട്ട ആളും, അയാൾക്കും യാതൊരു മാറ്റവും ഇല്ല. അതുകൊണ്ട് തന്നെ ഇത്തവണ എക്സിറ്റ് 8 താണ്ടിക്കൊണ്ട് മുന്നോട്ടേക്ക് പോകാമെന്ന് അവൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ മുന്നോട്ടേക്ക് പോയി വീണ്ടും തുടക്കത്തിലെ ആ ഒരു ബോർഡിന്റെ ഭാഗത്തേക്ക് തന്നെ എത്തുകയാണ്. അതിപ്പോ
5 എന്നായിട്ടുണ്ട്. 5 റൗണ്ട് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇതുകൂടി ആയപ്പോൾ കാര്യങ്ങൾ വളരെ സിമ്പിൾ ആണെന്ന് ഹരൂട്ടയ്ക്ക് മനസ്സിലായി. അപ്പൊ നല്ല ആവേശമായി. അപ്പൊ അവൻ വേഗം തന്നെ അടുത്ത 3 റൗണ്ട് കൂടെ തീർക്കാന്ന് പറഞ്ഞിട്ട് വേഗത്തിൽ തന്നെ നടന്നു പോകണം. അങ്ങനെ നടന്നു പോകുമ്പോൾ അവന്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നുണ്ട്. നോക്കുമ്പോൾ യോനയായിരുന്നു. ഇത്രയും നേരം ഇവിടെ റേഞ്ചിലായിരുന്നു. പക്ഷേ റേഞ്ച് വന്ന സമയത്താണ് യോന് വിളിക്കുന്നത്. അപ്പൊ യോന് വിളിച്ച പാടിനെ പറയാണ്, ഹരൂട്ടോ ഞാൻ എത്ര നേരമായി നിന്നെ വിളിക്കുന്നത്, എന്താ വിളിച്ചിട്ട് കിട്ടാത്തത്? അപ്പൊ ഹരൂട്ടോ പറയണം, ഞാൻ ഇതുപോലൊരു ടണലിന്റെ ഉള്ളിലാണ്, ഇവിടെ റേഞ്ച് ഇല്ലായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഒരു വലിയ ട്രാപ്പിൽ പെട്ടുകിടക്കാന്നും കൂടെ യോനയോട് ഹരൂട്ടോ പറയുന്നുണ്ട്. അതുപോലെ യോന അവനോട് പറയാണ്, എനിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം നിന്നോട് ചോദിക്കാനുണ്ട്. അതായത് നമ്മുടെ കുട്ടിയുടെ കാര്യത്തിൽ എന്ത് തീരുമാനമാണ് എടുക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഹരൂട്ടോ നീ നിന്റെ തീരുമാനം പറ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇതേ സമയത്തിന് ഹരൂട്ടോ ഒരു കാര്യം പറയാണ്. അതായത് ട്രെയിനിൽ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ഒരു സ്ത്രീയുടെ കയ്യിൽ ഒരു കുഞ്ഞുണ്ടായിരുന്നു. ആ കുഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റൊരാൾ ആ സ്ത്രീയെ ചീത്ത പറഞ്ഞു. ആ നേരത്ത് അയാളോടൊന്ന് പ്രതികരിച്ച് സംസാരിക്കാൻ പോലുള്ള ധൈര്യം എനിക്കില്ലായിരുന്നു. അപ്പൊ അത്ര പോലും ധൈര്യമില്ലാത്ത ഞാൻ എങ്ങനെയാണ് സ്വന്തമായിട്ട് ഒരു കുഞ്ഞിനെ നോക്കുക? അതിനുള്ള ധൈര്യമോ ആണത്തോ ഒന്നും എനിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതേ സമയത്തിന് യോണ പറയണം, ഓക്കെ ശരി, നീ എന്തായാലും ആശുപത്രിയിലേക്ക് വാ, എന്നിട്ട് നമുക്ക് നേരിട്ട് കണ്ട് കാര്യങ്ങൾ തീരുമാനിക്കാന്ന് പറയണം. അതുപോലെ തന്നെ ഇത് 6ാമത്തെ റൗണ്ട് ആണല്ലോ, ഇത്രയും നേരം വന്നതെന്ന് ഹരൂട്ടോയ്ക്ക് യാതൊരു വ്യത്യാസവും എവിടെയും കാണാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് എക്സിറ്റ് 8 താണ്ടിക്കൊണ്ട് അവൻ മുന്നോട്ടേക്ക് നടക്കുകയാണ്. വീണ്ടും അവൻ എത്തിയ ആദ്യത്തെ ആ ഒരു പോയിന്റിൽ തന്നെ എത്തുകയാണ്. എന്നാൽ ഇത്തവണ ആ ബോർഡിൽ 6 എന്നാവുന്നതിന് പകരം 0 ആയി കിടക്കുകയാണ്. ശരിക്കും ഹരൂട്ടോ ഞെട്ടിപ്പോയി. വളരെ സിമ്പിൾ ആണെന്ന് കരുതിയ ഈ ഒരു ഗെയിമിലാണ് ഇങ്ങനെ ഒരു പണി അവന് കിട്ടുന്നത്. എന്നാൽ ഇതെങ്ങനെ സംഭവിച്ചെന്ന് എത്ര ആലോചിച്ചിട്ടും അവന് ഓർമ്മ വരുന്നില്ല. അതായത് അവൻ കറക്റ്റായിട്ടാ പോയത്, യാതൊരു മാറ്റം ഉണ്ടായിരുന്നില്ല. എന്നാലും എന്തായിരിക്കും എന്റെ ഭാഗത്തുനിന്ന് വന്ന മിസ്റ്റേക്ക് എന്ന് അവനിങ്ങനെ ആലോചിക്കുന്ന സമയത്താണ് അവന്റെ ഗേൾ ഫ്രണ്ട് അവനെ വിളിച്ച് ആ ഒരു കാര്യം ആലോചിക്കുന്നത്. അതായത് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് തന്നെ സിഗ്നൽ പോയതാണ്. സിഗ്നൽ ഇല്ലാതെ എന്റെ ഫോണിൽ എങ്ങനെയാണ് അപ്പൊ കോള് വന്നത്? അപ്പൊ അത് തന്നെയായിരുന്നു അബ്നോർമൽ ആയിട്ടുള്ള ആ ഒരു കാര്യം. എന്നാൽ ഇമോഷന്റെ പുറത്ത് അത് ശ്രദ്ധിക്കാതെ അബ്നോർമലായി നടന്ന ആ കാര്യം വകവെക്കാതെ അവൻ ആ ഒരു 8 എക്സിറ്റ് താണ്ടി അങ്ങോട്ടേക്ക് പോയി. അതുകൊണ്ട് ആ റൗണ്ടിൽ അവന് തോറ്റുപോയി. വീണ്ടും 0യിൽ നിന്ന് റീസ്റ്റാർട്ട് ആയിരിക്കുകയാണ്. ഭയങ്കരമായിട്ടുള്ള മടുപ്പ് അവന് തോന്നുകയാണ്. എന്തായാലും ഇത് കംപ്ലീറ്റ് ചെയ്തല്ലേ മതിയാവുള്ളൂ. അതുകൊണ്ട് തന്നെ അവൻ വീണ്ടും മുന്നോട്ടേക്ക് നടക്കുകയാണ് കേട്ടോ. എന്നാൽ ഇത്തവണ അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുമ്പോൾ വൈറ്റ് ലൈറ്റ് ആയിരുന്നില്ല, പകരം ഫുൾ ആയിട്ട് മഞ്ഞ ലൈറ്റുകൾ. ഇതൊട്ടും നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല, അസ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ തിരിച്ചു പോകണം. എന്നാൽ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, 6ാമത്തെ റൗണ്ട് വരെ എത്തിയിട്ട് അവിടുന്ന് തോറ്റുപോയപ്പോൾ അതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ അവന്റെ ഉള്ളിൽ നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ. ഉറക്കനെ നിലവിളിക്കുകയാണ്. അവന്റെ ബാഗൊക്കെ വലിച്ചെറിയാണ്. പിന്നീട് എന്തോ ഓക്കാനെല്ലാം വരുന്നുണ്ട്. അവിടെ ചാകെ മെഴുകി അവൻ വീണ്ടും വന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു വരികയാണ്. ഇപ്പൊ 0 എന്നുള്ളത് 1 എന്നായി മാറിയിട്ടുണ്ട്. വീണ്ടും അവൻ മുന്നോട്ടേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് അവന്റെ മുന്നിലായിട്ട് ഒരു ചെറിയ പയ്യൻ നിൽക്കുന്നതായിട്ട് അവന് കാണാൻ പറ്റി. കുറച്ചു നേരം ആ ഒരു പയ്യനെ അവൻ അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. എന്തായാലും ഇത് നോർമൽ അല്ലല്ലോ, അസ്വാഭാവികമല്ലേ. അതുകൊണ്ട് തന്നെ നമ്പർ 8 എക്സിറ്റ് താണ്ടി പോവാതെ അവൻ തിരിച്ചു വരികയാണ്. തിരിച്ചു വന്ന് നോക്കുമ്പോൾ ആ ബോർഡ് 1 എന്നുള്ളത് 0 ആയി മാറിയിരിക്കുകയാണ്. അതായത് ഇത്തവണ അവൻ ആ ഒരു ടണലിലൂടെ പോയ സമയത്ത് യാതൊരു മാറ്റവും അവിടെ ഇല്ല. എന്നാൽ ആ ഒരു പയ്യനോ അവൻ അവിടെ ഉണ്ടായിരുന്നത് അത് അബ്നോർമൽ ആയിട്ടുള്ള കാര്യമല്ല. എന്നാൽ ഒന്നുകൂടെ ചിന്തിച്ച സമയത്താണ് ഹരൂട്ടോയ്ക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത്. ആ പയ്യൻ അബ്നോർമൽ അല്ല, അവനെ പോലെ തന്നെ ഇവിടെ പെട്ടുകിടക്കുന്ന ഒരു പയ്യനാണത്. ഹരൂട്ടയെ പോലെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരാളാണ് അവൻ. ഇപ്പൊ ഹരൂട്ട നേരെ ആ ഒരു പയ്യന്റെ അടുത്തേക്ക് എത്തുകയാണ്. നിന്റെ പേരെന്താണ്, നീ എവിടുന്നാ വരുന്നത്, നിന്റെ കൂടെ ആരെങ്കിലും ഉണ്ടോ എന്ന് അവനോട് ചോദിക്കുന്നുണ്ടെങ്കിലും അവന്റെ ഭാഗത്തുനിന്ന് യാതൊരു മറുപടിയില്ല. അവൻ വേഗം മുന്നോട്ടേക്ക് പോവാണ്. അവന്റെ പിന്നാലെ തന്നെ ഹരൂട്ട ഉണ്ട് കേട്ടോ. മുന്നോട്ടേക്ക് പോയ ഈ പയ്യൻ ഒരാളെ ചൂണ്ടിക്കാണിക്കുകയാണ്. അതായത് അവന്റെ കൂടെ ഉണ്ടായിരുന്നത് ഇയാളാണ് എന്ന രീതിയിൽ. അത് മറ്റാരുമല്ല, ഇത്രയും നേരം ഹരൂട്ട കണ്ട ആ ഒരു വെള്ള ഡ്രസ് ഇട്ട ആളുണ്ടല്ലോ, അയാൾ തന്നെ. അതായത് ആ ആളും വെള്ള ഷർട്ട് ഇട്ട ആളും ഈ കുട്ടിയും കൂടെ ഒരുമിച്ച് രക്ഷപ്പെടാൻ നോക്കിയതാണ്. പക്ഷെ ഈ കുട്ടി നോർമലും അയാൾ അങ്ങനെ അബ്നോർമലും ആയി. അതിന്റെ പിന്നിലും മറ്റൊരു കാര്യമുണ്ട്. അതായത് ഈ കുട്ടിയെ തൽക്കാലം നമുക്ക് റേ എന്ന് വിളിക്കാം, വെള്ള ഷർട്ട് ഇട്ട ആളെ നമുക്ക് ടക്കൂമ എന്ന് വിളിക്കാം. ഇവര് രണ്ടുപേരും ഒരേ സമയത്താണ് ഇവിടെ ട്രാപ്പ് ആയത്. രണ്ടുപേരും കൂടെ തന്നെ ഒരുമിച്ച് ഈ കളിയിലെ നിയമങ്ങൾ മനസ്സിലാക്കി ഇതിൽ നിന്ന് പുറത്തു കിടക്കാൻ ശ്രമിച്ചു. അങ്ങനെ ഇവര് രണ്ടുപേരും 4ാമത്തെ റൗണ്ട് വരെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തത് 5ാമത്തെ റൗണ്ടാണ്. ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഇവർ രണ്ടുപേരും മുന്നോട്ടേക്ക് പോവാണ്. അതായത് നമ്മുടെ ഹരൂട്ടോ നോക്കിയതുപോലെ തന്നെ ചുമരിലെ ആ ഒരു ചിത്രങ്ങൾ, വെന്റിലേഷൻ ഹോളുകൾ, ഡോറുകൾ ഇതെല്ലാം ഒരുപോലെയാണ്, യാതൊരു മാറ്റവും ഇല്ല. ഇപ്പൊ ആ ഒരു പയ്യനായിട്ടുള്ള റേ അതുപോലെ തന്നെ ടക്കൂമ രണ്ടുപേരും കൂടെ ഇപ്പോൾ എക്സിറ്റ് 8 താണ്ടി വീണ്ടും മുന്നോട്ടേക്ക് പോവാണ്. അങ്ങനെ അവർ തുടക്കത്തിൽ തന്നെ എത്തുകയാണ്. അതായത് ആ ഒരു നമ്പർ ബോർഡിന്റെ അടുത്തേക്ക്. ഇത്തവണ അത് 5 ആയി മാറിയിരിക്കുകയാണ്. 5 റൗണ്ട് ഇവര് കറക്റ്റ് ചെയ്തു. ഇനി 6ാമത്തെ റൗണ്ടിലേക്ക് ഇവർ പോവാണ്. ആ സമയത്ത് ഈ ടക്കൂമ റേയോട് പറയുന്നുണ്ട്, അഥവാ എന്റെ കണ്ണിൽ പെടാത്ത എന്തെങ്കിലും ഒരു കാര്യം നിന്റെ കണ്ണിൽ പെട്ടിട്ടുണ്ടെങ്കിൽ നീ എന്നോട് പറയണം കേട്ടോ, നമുക്ക് രണ്ടുപേർക്കും ടീമപ്പായിട്ട് ഇവിടുന്ന് രക്ഷപ്പെടാന്ന് പറയണം. എന്തായാലും അവര് മുന്നോട്ടേക്ക് പോയി. ഇത്തവണ യാതൊരു ചേഞ്ചും ഇല്ല. എക്സിറ്റ് 8ന്റെ അടുത്തേക്ക് ഇവർ എത്തിയിട്ടുണ്ട്. ഇതേ നേരം തന്നെ തക്കോമിയും റേയും പോകുന്നതിന് എതിരെയായിട്ട് ഒരു ലേഡി ഇങ്ങോട്ടേക്ക് നടന്നു വരുന്നുണ്ട്. തൽക്കാലം നമുക്ക് ആ ലേഡിയെ സയാക്ക എന്ന് വിളിക്കാം. നേരത്തെ 4ാമത്തെ റൗണ്ട് കംപ്ലീറ്റ് ആക്കാൻ നേരത്തും ഇതേ ലേഡി ഇവരെ ക്രോസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ അപ്പോഴൊന്നും ഇവരോടൊന്നും സംസാരിച്ചിരുന്നില്ല ആ ലേഡി. എന്നാൽ ഇത്തവണ ഇവർ എക്സിറ്റ് 8 അത് കടക്കാൻ നിൽക്കുമ്പോൾ ഈ ലേഡി ഇവരെ വിളിക്കുകയാണ്, പ്ലീസ് ഒന്ന് നിൽക്കുവോ, എന്നെയും കൂടെ നിങ്ങളുടെ കൂട്ടത്തിലൊന്ന് കൂട്ടുമോ, ഞാനിവിടെ പെട്ടുപോയതാണ്, സഹായിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ആദ്യം തക്കൂമ ഒന്നും മിണ്ടാതിരിക്കുകയാണ്. അതായത് ചെയ്യണോ വേണ്ടിയോ എന്നുള്ളൊരു ആശയക്കുഴപ്പത്തിൽ. പിന്നീട് തക്കൂമ പറയുന്നത് കുഴപ്പമില്ല, ഞങ്ങളുടെ കൂടെ കൂടി
ഓടിക്കോ. പിന്നീട് തക്കുമ ചുറ്റും നോക്കുകയാണ്, അതായത് ഇവിടെ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിനുവെന്ന്. എന്നാൽ ഇതേ നേരത്തെ തന്നെ ആ ലേഡി ഉണ്ടല്ലോ, സയാക്ക, ഞാനിട്ട പേരാണ് കേട്ടാ, അതായത് കഥാപാത്രത്തെ എളുപ്പത്തിൽ നിങ്ങളോട് പറയാൻ വേണ്ടി ഒരു പേരിട്ടു, അത്രമാത്രം. എന്തായാലും സയാക്ക ചോദിക്കുകയാണ്, അല്ല നമ്മൾ എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ പെട്ടുകിടക്കുന്നത്, ഇതിന്റെ കാരണം എന്താണ്? ചിലപ്പോ നമ്മളെല്ലാവരും മരണപ്പെട്ടിട്ടുണ്ടാകുമോ? ഇത് ചിലപ്പോൾ ഒരു ആത്മാക്കളുടെ ലോകമാണെങ്കിലോ, നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ശിക്ഷയാണെങ്കിലോ ഈ അനുഭവിക്കുന്നത്? ഇതെല്ലാം കേട്ടപ്പോൾ തക്കുമോ ഒന്ന് ഷോക്കായി പോവാണ്. ഇപ്പൊ ചിരിച്ചുകൊണ്ട് തന്നെ സയാക്ക പറയാണ്, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ഞാൻ ചുമ്മാ ഒരു തമാശ പറഞ്ഞ, ഇതെന്തോ ഒരു ഗെയിം ട്രാപ്പാണ്, നമുക്ക് എന്തായാലും ഇവിടുന്ന് പുറത്ത് കിടക്കാം. ഇപ്പൊ തക്കുമോ നോക്കുമ്പോൾ ഇവിടെ യാതൊരു മാറ്റമില്ല. സോ എക്സിറ്റ് 8 താണ്ടാൻ വേണ്ടി നിൽക്കുകയാണ്. എന്നാൽ ഇതേ നേരത്തെ തന്നെ ഈ സയാക്ക പറയുന്നത്, അല്ല ഞാൻ നേരത്തെ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ എനിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് ഒരാൾ പോകുന്നുണ്ടായിരുന്നു, ആ ആളെ ഇപ്പൊ കാണുന്നില്ല, അതുകൊണ്ട് മുന്നോട്ടേക്ക് പോകണോ എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. അതുപോലെ മുന്നോട്ടേക്ക് പോയിട്ട് ഇവിടുന്ന് രക്ഷപ്പെട്ടിട്ട് എന്ത് ചെയ്യാനാ? എപ്പോഴും ഒരേ കാര്യങ്ങൾ തന്നെയല്ലേ നിങ്ങളും ഞാനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാവിലെ എഴുന്നേൽക്കുന്നു, ജോലിക്ക് പോകുന്നു, പിന്നീട് വീട്ടിലേക്ക് വരുന്നു, രാത്രി കിടന്നുറങ്ങുന്നു, ഇതുപോലെ തന്നെയല്ലേ എല്ലാ ദിവസവും. അതുകൊണ്ട് എന്തിനിപ്പോ ഇവിടുന്ന് വിട്ടു പോന്നേ എന്നൊക്കെ ചോദിച്ചിട്ട് അവൾ വല്ലാത്തൊരു രീതിയിൽ ശബ്ദം മാറ്റിയൊക്കെ സംസാരിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ തക്കുമയ്ക്ക് ഒന്ന് പേടിയാവുന്നുണ്ട്. അയാൾക്ക് അപ്പം തന്നെ മനസ്സിലായി ഇതൊരു അബ്നോർമൽ ആയിട്ടുള്ള കാര്യമാണ്, അസ്വാഭാവികമാണ്, അതുകൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ പാടില്ല, തിരിച്ചു തന്നെ വരണം. ഇപ്പൊ വേഗം തക്കുമ റേയുടെ കൈയും പിടിച്ച് തിരിഞ്ഞു വരികയാണ്. തിരിഞ്ഞു വന്ന് നോക്കുമ്പോൾ ശരിയാണ്, അതൊരു അബ്നോർമൽ ആയിരുന്നു. ഇപ്പൊ 5 എന്നുള്ളത് ആ ബോർഡിൽ 6 ആയിരിക്കുകയാണ്. ഇനി 2 റൗണ്ടുകൾ മാത്രമേ ഉള്ളൂ. വളരെ ശ്രദ്ധിച്ച് ഇനി അത് മുന്നോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഇവിടുന്ന് പുറത്ത് കിടക്കാൻ കഴിയും. അപ്പൊ തക്കുമ ഒരു പയ്യനോടും ഈ ഒരു കാര്യം പറയുന്നുണ്ട്. അങ്ങനെ ചുറ്റും നോക്കി ഫുള്ളായിട്ട് പരിശോധിച്ച് മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് ഇപ്പൊ തക്കുമയ്ക്ക് യാതൊരു മാറ്റവും കാണാൻ കഴിയുന്നില്ല. വാ നമുക്ക് എക്സിറ്റ് 8 താണ്ടാന്ന് പറയുമ്പോൾ റേ പറയണ നിൽക്കെന്ന് പറഞ്ഞിട്ട് ഇയാളെ വിടുന്നില്ല. അതായത് അവിടെ എപ്പോഴും കാണുന്ന ഒരു 3-4 ഡോറുകൾ ഉണ്ടല്ലോ, അതിന്റെ ആ ഒരു പിടുത്തം അത് ഇപ്പോൾ ആ ഡോറിന്റെ സെന്ററിലേക്ക് മാറിയിരിക്കുകയാണ്. അതെന്തായാലും അബ്നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ. എന്നാൽ ഈ കാര്യം ഈ തക്കുമയോട് പറയാൻ വേണ്ടി റേ നിൽക്കുമ്പോഴേക്കും സമയമില്ല, വേഗം വാങ്ങുന്നു പറഞ്ഞിട്ട് തക്കുമ ഇപ്പോൾ റേയും പിടിച്ചുകൊണ്ട് എക്സിറ്റ് 8 താണ്ടി പോവാണ്. അതായത് അയാൾ നോക്കിയിൽ യാതൊരു മാറ്റമില്ല, അതുകൊണ്ട് എക്സിറ്റ് 8 താണ്ടി മുന്നോട്ടേക്ക് പോവാം എന്ന തീരുമാനത്തിൽ വേഗം ഇത് ചെയ്യാണ്. ആ പയ്യനെയും കൂടെ വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. എന്നാൽ ഇത് വലിയൊരു മിസ്റ്റേക്ക് ആയിരുന്നു. അയാൾ വീണ്ടും ആ തുടക്ക സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. ആ നമ്പർ ബോർഡിൽ ഇപ്പൊ 0 ആയിരിക്കുകയാണ്. അതായത് ഈ 6ാമത്തെ റൗണ്ടിൽ എന്തോ ഒരു അബ്നോർമാലിറ്റി ഉണ്ടായിരുന്നു. റേ അത് കണ്ടുപിടിച്ചെങ്കിലും തക്കുമ അത് നോക്കാൻ പോലും ഒന്നും നിന്നില്ല. വേഗം രക്ഷപ്പെടണം എന്നുള്ള ആ ഒരു ധൃതിയിൽ ഒരു മിസ്റ്റേക്ക് പറ്റിപ്പോയി. എന്തായാലും ഇതുപോലെ 0യിൽ എത്തിയ സമയത്ത് ഇയാൾക്ക് ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേഷൻ ആവുകയാണ്. നേരത്തെ ഹറൂട്ടോ ചെയ്തതുപോലെ തന്നെ ബാഗെല്ലാം വലിച്ചെറിഞ്ഞ് ഉറക്കനെ നിലവിളിക്കുകയാണ്. ഭയങ്കരമായിട്ട് ദേഷ്യത്തിൽ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട്. ഈ നേരത്ത് അങ്ങോട്ടേക്ക് റേ വരുന്നുണ്ട്. റേനെ നോക്കിയിട്ട് ഇപ്പൊ തക്കുമ പറയുന്നത്, ശരിയാണ്, എന്റെ ഭാഗത്താണ് മിസ്റ്റേക്ക് വന്നത്, നമുക്ക് എന്തായാലും ഒന്നുകൂടെ ഈ ഗെയിം കളിക്കാൻ തുടങ്ങാന്ന് പറഞ്ഞിട്ട് വീണ്ടും 0 റൗണ്ടിൽ നിന്നും ആരംഭിക്കുകയാണ്. അവരങ്ങനെ ആ എക്സിറ്റ് 8ന്റെ അടുത്തേക്ക് വരെ എത്തിയിട്ടുണ്ട്. എന്നാൽ ഇത്രയും നേരം കാണാത്ത ചില ഗോവണികൾ അവിടെ ഇപ്പോൾ ഈ ഒരു തക്കുമ കാണുന്നുണ്ട്. അതായത് പുറത്തേക്ക് പോകാനുള്ള വഴിയാണതെന്ന് ഇയാൾക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ധൃതിയിൽ അങ്ങോട്ടേക്ക് ഓടുകയാണ്. കൂടെ റേയും പിടിച്ചു വലിച്ചു കൊണ്ടുവന്നുണ്ട്. എന്നാൽ റേ അങ്ങോട്ടേക്ക് വരാൻ കൂട്ടാക്കുന്നില്ല. എന്നാൽ തക്കുമ പറയാണ്, നീ ഇവിടെ നിൽക്കുകയാണെന്ന് നിന്നോ, ഞാൻ പുറത്തേക്ക് പോകാന്ന് പറഞ്ഞിട്ട് ആ ഏണിയിലേക്ക് ഓടി കയറുകയാണ്. എന്നാൽ ഇതൊരു അബ്നോർമാലിറ്റി ആണെന്ന് മനസ്സിലായ റേ എന്താക്കി തിരിച്ചു വരികയാണ്. അവൻ വിചാരിച്ചതുപോലെ തന്നെ അതൊരു അബ്നോർമാലിറ്റി ആയിരുന്നു. കാരണം ആ ബോർഡിൽ 0 എന്നതിൽ നിന്ന് മാറി ഇപ്പോൾ 1 ആയിരിക്കുകയാണ്. അതായത് ആ ടൈം ലൂപ്പ് വീണ്ടും റീസ്റ്റാർട്ട് ആയില്ലേ, അതിന്റെ ആദ്യഘട്ടം ഇപ്പൊ കഴിഞ്ഞു. പിന്നീട് വീണ്ടും എക്സിറ്റ് 8ന്റെ അടുത്തേക്ക് റേ ഒറ്റയ്ക്ക് വരികയാണ്. ആ സമയത്ത് നേരത്തെ കണ്ട ഒരു ടക്കൂമ ഉണ്ടല്ലോ, അയാൾ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഇയാൾ ഈ റേയെ കണ്ടതായിട്ട് പോലും മൈൻഡ് ആകുന്നില്ല. അയാളുടെ ബേഗം നോക്കി ഫോണും കയ്യിൽ പിടിച്ച് നടന്നു പോവാണ്, ഒരു റോബോട്ടിനെ പോലെ. പലതവണ റേ ഇയാളെ വിളിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും യാതൊരു രീതിയിലും ഇയാൾ മൈൻഡ് ആക്കുന്ന പോലും ഇല്ല. അതായത് നേരത്തെ കണ്ട ആ ഒരു ഗോവണി എന്ന് പറയുന്നത് അത് വലിയൊരു ട്രാപ്പായിരുന്നു. ശരിക്കും ആ ഗോവണി കയറിയത് കൂടി കൂടിയിട്ട് തക്കുമോ ഇവിടെയുള്ള ഈ വസ്തുക്കളുണ്ടല്ലോ, ഈ ഡോറ്, ഫോട്ടോ ഫ്രെയിമുകൾ, അതുപോലെ തന്നെയുള്ള ഈ ഗെയിമിലെ ഒരു പ്രോപ്പർട്ടി, ഒരു വസ്തുവായി മാറിയിരിക്കുകയാണ്. അതായത് ഈ ഗെയിമിലേക്ക് ഇനി വരുന്നവരെ വഴി തെറ്റിക്കുന്ന ഒരു വസ്തു. പക്ഷെ ഇതൊന്നും മനസ്സിലാവാതെ റേ ഇയാളുടെ കൈയും പിടിച്ച് അയാളുടെ പിന്നാലെ തൂങ്ങിക്കൊണ്ട് നടക്കുകയാണ്. എന്നാൽ ഇതൊരു അബ്നോർമൽ ആയിട്ടുള്ള കാര്യമല്ലേ. അവനിപ്പോ എക്സിറ്റ് 8 താണ്ടി വീണ്ടും പോവാണ് കേട്ടോ. നേരെ എത്തിയിരിക്കുന്നത് 0യിലേക്കാണ്. അതായത് ഈ റേയുടെ കേസിൽ 2ാമത്തെ ടൈം ലൂപ്പ് സ്റ്റാർട്ട് ചെയ്ത് അതിൽ 1ാമത്തെ റൗണ്ട് ആയെങ്കിലും അവനൊരു മിസ്റ്റേക്ക് ചെയ്തതുകൊണ്ട് അത് വീണ്ടും 0 ആയിരിക്കുകയാണ്. അവന്റെ കേസിൽ ഇപ്പൊ അത് 3ാമത്തെ ലൂപ്പായി മാറിയിരിക്കുന്നത്. വീണ്ടും അവൻ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നേരെ മുന്നോട്ടേക്ക് പോവാണ്. ആ സമയത്താണ് റേനെ ഹറൂട്ടോ കാണുന്നത്. ഹറൂട്ടോ റേനെ കണ്ട സമയത്ത് വിചാരിച്ചു ഇതെന്തോ അസ്വാഭാവികമായിട്ടുള്ള കാര്യമാണെന്ന്. ഹറൂട്ടയെ പോലെ തന്നെയുള്ള ഒരു ഗെയിം പ്ലെയർ ആണ് ഈ റേ എന്ന് അവന് മനസ്സിലായില്ല. അതുകൊണ്ട് തന്നെ അവൻ തിരിച്ചു വന്നു. ആ സമയത്ത് ആ ബോർഡിൽ 1 എന്നുള്ളത് 0 ആയി മാറി. അതായത് ഹറൂട്ടോ ആ ഗെയിമിൽ വീണ്ടും തോറ്റിരിക്കുകയാണ്. കാരണം റേയെ കണ്ടത് അസ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമല്ല, അവനും ഒരു ഗെയിമറാണ്. പിന്നീട് അവനോട് ഇപ്പൊ ഹറൂട്ടോ സംസാരിക്കുന്നുണ്ട്. നിന്റെ കൂടെ ആരെങ്കിലും ഉണ്ടോന്ന് ചോദിച്ചപ്പോൾ തക്കൂമയെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ നേരത്തെ കണ്ടതാണ്. അതായത് തക്കൂമയും ഒരു മത്സരാർത്ഥിയായിരുന്നു. പക്ഷെ പിന്നീട് അയാൾ എങ്ങനെ ഈ ഗെയിമിന്റെ ഭാഗമായി, ഈ ഗെയിമിന്റെ ഒരു പ്രോപ്പർട്ടിയായി മാറി എന്നത് നമ്മൾ കണ്ടതാണ്. അപ്പൊ ഇനി എന്തായാലും ഈ ഗെയിം നമുക്ക് ഒരുമിച്ച് കളിക്കാന്ന് പറഞ്ഞിട്ട് ഹറൂട്ടോയും റേയും കൂടെ മുന്നോട്ടേക്ക് നടക്കുകയാണ്. ഇത്രയും നേരം വന്നതിൽ ഇവിടെ യാതൊരു മാറ്റവും ഇല്ല. അതുകൊണ്ട് എക്സിറ്റ് 8 താണ്ടി ഇവർ മുന്നോട്ടേക്ക് പോവാണ്. എന്നാൽ അങ്ങോട്ടേക്ക് നടക്കുന്ന സമയത്ത് ഹറൂട്ടോ ശ്രദ്ധിക്കാത്തൊരു കാര്യം റേ കാണുകയാണ് കേട്ടോ. അതെന്താന്ന് വെച്ചാൽ ആ 8 എന്ന് എഴുതിയ ആ ഒരു ബോർഡിന്റെ പിന്നിൽ നേരത്തെ വേറെ എന്തോണ് എഴുതിയത്, ഇപ്പോ മറ്റൊരു കാര്യമാണ് എഴുതിയത്. സോ ഇത് അബ്നോർമൽ അല്ലേ? അപ്പൊ ഇവർ ചെയ്തിരിക്കുന്നത് മിസ്റ്റേക്ക് അല്ലേ? എക്സിറ്റ് 8
താണ്ടി പോകാൻ പാടില്ലായിരുന്നല്ലോ. ഈ ഗെയിം ഒരിക്കലും ഇവരെ ജയിപ്പിക്കാതിരിക്കാനാണ് നോക്കുക. അതുകൊണ്ടാണ് സീക്രട്ട് ആയിട്ടുള്ള പല കാര്യങ്ങളും ഇവിടെ ഇങ്ങനെ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്തായാലും നടന്ന് മുന്നോട്ടേക്ക് എത്തി സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് വീണ്ടും ഹരൂട്ട് എത്തുകയാണ്. ഇപ്പൊ ആ ഒരു ബോർഡിലേക്ക് നോക്കുമ്പോൾ 0 ആയി കിടക്കുകയാണ്. കാരണം ഈ റൗണ്ട് അവൻ റോങ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇത്തവണ വലിയ ടെൻഷനൊന്നും അവന്റെ മുഖത്തില്ല. കാരണം ഇത് അവനിപ്പോ ശീലമായി. എന്തായാലും 0-ൽ നിന്ന് തുടങ്ങാന്ന് പറഞ്ഞിട്ട് റേയും കൂട്ടി ഹരൂട്ട് വീണ്ടും അതിലൂടെ നടക്കാൻ തുടങ്ങുകയാണ്. ആ വാതിലുകൾ, ഫോട്ടോ ഫ്രെയിമുകൾ, പരസ്യങ്ങൾ, മുകളിലെ ഹോളുകൾ, പിന്നെ അതിലൂടെ നടന്നു പോകുന്ന ആ ആളുണ്ടല്ലോ, വൈറ്റ് ഷർട്ടഡ് ആള്, അയാളുടെ പേര് തക്കുമോ എന്നാണ്. അയാൾ ഇതിനൊന്നും യാതൊരു മാറ്റവും. എന്നാൽ എക്സിറ്റ് 8 ആ ഒരു ബോർഡിന്റെ അടുത്ത് എത്താനാവുന്ന സമയത്ത് ഇൻഫിനിറ്റി എന്ന നമ്പറിന് ചുറ്റും നടക്കുന്ന ഉറുമ്പുകളുടെ ഒരു ചിത്രം ഉണ്ടായിരുന്നല്ലോ. അതിലേക്ക് ഹരൂട്ട് അങ്ങനെ നോക്കുമ്പോൾ എന്തോ ഒരു വ്യത്യാസം ഉള്ളതുപോലെ. അതുകൊണ്ട് റേയോട് പറയാണ്, നീ ഇപ്പൊ എന്തായാലും കടക്കല്ലേ, എന്തോ ഒരു വ്യത്യാസം ഉണ്ട്, നമുക്ക് തിരിച്ചു പോകാന്ന് പറയണം. എന്നാൽ റേയുടെ നിർബന്ധപ്രകാരം വാ എന്ന് പറഞ്ഞിട്ട് അവനിപ്പോ ഹരൂട്ടയെ വിളിച്ചോണ്ട് പോവാണ് കേട്ടോ. അങ്ങനെ അവർ വീണ്ടും സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തുകയാണ്. എന്നാൽ അവിടെ എത്തിയ സമയത്ത് ഹരൂട്ടോ ഞെട്ടിപ്പോവാണ്. 0 അല്ല, ഇപ്പൊ ആ ഒരു ബോർഡിൽ 1 എന്നാണ് കാണിക്കുന്നത്. അതായത് റേ ചെയ്തതാണ് ശരി. ഹരൂട്ടോ വിചാരിച്ചതുപോലെ ആ ബോർഡിൽ യാതൊരു വ്യത്യാസം ഇല്ലായിരുന്നു, അതായത് ആ ചിത്രത്തിൽ. അപ്പൊ തന്നെ ഹരൂട്ടയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, ചെറിയ പയ്യനാണെങ്കിലും ഇവന് നല്ല ബുദ്ധിയുണ്ട്, അതുകൊണ്ട് ഇവനെയും കൂട്ടി അങ്ങോട്ട് കളിക്കാം, രക്ഷപ്പെടാൻ പറ്റും. അപ്പൊ നല്ല കോൺഫിഡൻസിൽ ഇവര് രണ്ടാമത്തെ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് വീണ്ടും മുന്നോട്ടേക്ക് പോവാണ്. അങ്ങനെ മുന്നോട്ടേക്ക് പോയി ഹരൂട്ട് നോക്കുന്ന സമയത്ത് എവിടെയും യാതൊരു മാറ്റവും വ്യത്യാസവും കാണുന്നില്ല. എന്നാൽ നമ്മുടെ റേ അവനെ വിളിച്ചിട്ട് ഒരു കാര്യം കാണിച്ചു കൊടുക്കാണ്. അതായത് നേരത്തെ കണ്ടതുപോലെ തന്നെ ഡോറിന്റെ ലോക്ക് അത് അതിന്റെ നടുവിൽ വന്ന് നിൽക്കുകയാണ്. സാധാരണ അങ്ങനെയല്ലല്ലോ. സോ ഇതൊരു അബ്നോർമൽ ആണ്. അതുകൊണ്ട് തന്നെ തിരിച്ചു പോകാമെന്ന് പറയാണ്. തിരിച്ചു പോയി നോക്കുന്ന സമയത്ത് ആ ബോർഡിൽ നമ്പർ മാറിയിട്ടുണ്ട്. അതായത് 2 എന്നായിട്ടുണ്ട്. അതായത് ആ റൗണ്ട് ഇവർ വിജയിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്തത് നമ്പർ 3 റൗണ്ട് ആണ്. അവർ മുന്നോട്ടേക്ക് പോവാണ്. പോകുന്ന സമയത്തിന് ഹരൂട്ടയും റേയും ചുറ്റും നോക്കുന്നുണ്ട് എന്തെങ്കിലും വ്യത്യാസം എവിടെയെങ്കിലൊക്കെ ഉണ്ടോ എന്ന്. എന്നാൽ ഇതും നോക്കി അവർ മുന്നോട്ടേക്ക് പോകുമ്പോൾ പെട്ടെന്ന് ലൈറ്റ് ഓഫ് ആവുകയാണ്. വേഗം തന്നെ ഹരൂട്ട ഫോൺ എടുത്ത് ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കിയിട്ട് ചുറ്റും നോക്കുകയാണ്. അപ്പൊ എന്തൊക്കെയോ ചില ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. എന്തോ തകരം വീഴുന്നത് പോലെയുള്ള ശബ്ദം, അങ്ങനെ ഓരോ കാര്യങ്ങൾ. ഈ നേരത്തുണ്ടല്ലോ പെട്ടെന്ന് ഹരൂട്ടയുടെ മുന്നിലേക്ക് തക്കൂമ വന്ന് നിൽക്കുകയാണ്. അവനാകെ പേടിച്ചുപോയി. അയാൾ പിന്നീട് അയാളുടെ പാട്ടിന് പോവാണ്. ഇതേ നേരത്തിന് മുകളിൽ നിന്നും എന്തൊക്കെയോ ചില സാധനങ്ങൾ താഴേക്ക് ഇറങ്ങി വരുന്നത് പോലെ ഹരൂട്ടയ്ക്ക് ഫീലായി. നോക്കുമ്പോൾ എന്താണ്, കുറെ അധികം എലികൾ എന്നൊക്കെ പറഞ്ഞാൽ കണ്ടാൽ തന്നെ വളരെ വ്യത്യസ്തമാണ്, അറപ്പും തോന്നും. മാത്രമല്ല ഓരോ എലിയുടെയും ശരീരം മനുഷ്യരുടെ ശരീരത്തിന്റെ ഓരോ ഭാഗം പോലെയാണ്. അതായത് ഒരു എലിയുടെ വയറിന്റെ ഭാഗത്ത് മനുഷ്യരുടെ ചെവിയാണെങ്കിൽ മറ്റേതിന്റെ ഉടൽ ഭാഗം കണ്ണു പോലെയാണ്, മറ്റേതിന്റെ മൂക്ക് പോലെയാണ്. അങ്ങനെ ഓരോ രീതിയിൽ. എന്തായാലും ഇപ്പൊ നടന്നിരിക്കുന്ന ഈ കാര്യം അത് ഭയങ്കരമായിട്ടുള്ളൊരു അബ്നോർമാലിറ്റി ആണല്ലോ. സോ അതുകൊണ്ട് തന്നെ ഇവർ തിരിച്ചു പോകണം. അങ്ങനെ ആ ബോർഡിലേക്ക് എത്തി നോക്കുന്ന സമയത്ത് അവിടെ ഇപ്പോൾ നമ്പർ 3 എന്നായിട്ടുണ്ട്. 3 റൗണ്ടുകൾ ഇവർ കംപ്ലീറ്റ് ചെയ്തു. വീണ്ടും റേയും ഹരൂട്ടയും കൂടെ മുന്നോട്ടേക്ക് പോവാണ്. അങ്ങനെ 3ാമത്തെ റൗണ്ട് കംപ്ലീറ്റ് ആയല്ലോ. 4ാമത്തെ റൗണ്ടിലേക്ക് പോവാണ്. പോകുന്ന സമയത്ത് എപ്പോഴത്തെയും പോലെ തന്നെ ചുറ്റും ഇവർ നോക്കുന്നുണ്ട്. യാതൊരു വ്യത്യാസവും ഇല്ല. ഇത്തവണത്തെ 4ാമത്തെ ഈ ഒരു റൗണ്ട് നോർമലാണ്. എന്നാൽ പെട്ടെന്നാണ് ഇവരുടെ മുന്നിലേക്ക് ആര് വരുന്നത്, സയാക്ക വന്ന് നിൽക്കുന്നത്. അതായത് അവളും ഈ ഗെയിമിന്റെ ഒരു പ്രോപ്പർട്ടി ആയി മാറിക്കഴിഞ്ഞു. ഇവരെ പോലെ തന്നെ നേരത്തെ വന്ന് പെട്ട ഒരു കണ്ടസ്റ്റന്റ് ആയിരിക്കും. എന്നാൽ തക്കൂമയ്ക്ക് എന്താണോ സംഭവിച്ചത് അതുപോലെ തന്നെ അവൾക്കും സംഭവിച്ചതായിരിക്കണം. അവൾ ഈ ഗെയിമിൽ ഒരു പ്രോപ്പർട്ടിയാണ്. സോ ഇതൊരു അബ്നോർമൽ ആയിട്ടുള്ള കാര്യമല്ലേ. അതുപോലെ തന്നെ ഈ സയാക്കയെ കണ്ടപാട് റേ എന്തുകൊണ്ടാണെന്നറിയില്ല അമ്മയെന്ന് വിളിച്ചിട്ട് അവളുടെ അടുത്തേക്ക് പോകാൻ നിൽക്കുകയാണ്. എന്നാൽ റേനെ എങ്ങനെയൊക്കെയോ ഹരൂട്ട് പിടിച്ചു വലിച്ചുകൊണ്ട് തിരിച്ചു തന്നെ പോവാണ് കേട്ടോ. പോയി നോക്കുന്ന സമയത്ത് ബോർഡിൽ 3 എന്നതിന് പകരം 4 എന്നാണ്. അതായത് തിരിച്ചു വന്നത് തന്നെയായിരുന്നു ശരിയായ കാര്യം. ആ പെണ്ണിനെ അവിടെ കണ്ടത് അബ്നോർമൽ ആണ്. ഈ സമയത്ത് ഹരൂട്ട് ഈ പയ്യനോട് ചോദിക്കുന്നുണ്ട്, അല്ല നിനക്കെന്താ നിന്റെ അമ്മയെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ടോ? ഈ നേരം റേ പറയാണ്, മിസ് ചെയ്യുന്നുണ്ടോ ചോദിച്ചാൽ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ മനഃപൂർവ്വം വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നതാണ്, അങ്ങനെയാണ് ഇവിടെ പെട്ടുപോയത്. അതെന്തിനാ നീ അങ്ങനെ വന്നേന്ന് ചോദിക്കുമ്പോൾ ഈ റേ പറയാണ്, അങ്ങനെയാണെങ്കിലല്ലേ എന്റെ അമ്മ എന്നെ തേടി വരുള്ളൂ. ഓഹോ, അതിന് വേണ്ടിയിട്ടായിരുന്നല്ലേ നീ ഈ പരിപാടിയൊക്കെ ചെയ്തത്? അതുപോലെ തന്നെ ഹരൂട്ട് പറയണ, എടാ ഞാനും നിന്നെ പോലെ തന്നെയായിരുന്നു. അമ്മയോട് ദേഷ്യം പിടിച്ച് ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാറുണ്ടായിരുന്നു. എന്തായാലും ഇപ്പൊ നമുക്ക് രണ്ടുപേർക്ക് നല്ല പണി കിട്ടിക്കെടുക്കാണ്. നീ പേടിക്കൊന്നും വേണ്ട, ഞാൻ എന്തായാലും ഈ ഗെയിമിൽ നിന്നും നിന്നെ പുറത്തേക്ക് എത്തിച്ചിരിക്കും. വാ നമുക്ക് പോകാന്ന് പറഞ്ഞിട്ട് 5ാമത്തെ റൗണ്ടിലേക്ക് ഇവർ കടന്നിരിക്കുകയാണ് ഇപ്പോൾ. അങ്ങനെ മുന്നോട്ടേക്ക് പോയി ചുറ്റും നോക്കി ഫോട്ടോ ഫ്രെയിമുകൾ, ഡോറുകൾ, മുകളിലെ ഹോളുകൾ, യാതൊരു വ്യത്യാസവും ഇല്ല. എന്നാൽ പിന്നെ നമുക്കിനി മുന്നോട്ടേക്ക് പോകാന്ന് പറയുമ്പോൾ റേ പറയാണ്, ഒന്ന് നിൽക്ക്. എക്സിറ്റ് 8 എന്ന ഒരു ബോർഡ് ഉണ്ടല്ലോ, അതിലേക്കൊന്ന് സൂക്ഷിച്ച് നോക്കാൻ പറയാണ്. അതായത് ഈ 8 തലകീഴായിട്ടാണ് ഇത്തവണ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. സോ ഇത് അബ്നോർമൽ ആണ്, തിരിച്ചു പോകാന്ന് പറയണം. അങ്ങനെ ഹരൂട്ടയും റേയും കൂടെ തിരിച്ചു പോവാണ്. തിരിച്ചു പോയി നോക്കുമ്പോൾ ശരിയാണ്, 5ാമത്തെ സ്റ്റേജ് ഇവർ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി 6ാമത്തെ സ്റ്റേജ് ആണ്. അതുപോലെ തന്നെ ഇനി 3 സ്റ്റേജ് കൂടെ ബാക്കിയുള്ളൂ. നമുക്ക് എന്തായാലും പോകാൻ പറ്റൂടാ. റേനെയും കൂടി ഹരൂട്ടോ നേരെ മുന്നോട്ടേക്ക് പോവാണ്. എപ്പോഴത്തെയും പോലെ തന്നെ വീണ്ടും ഫോട്ടോ ഫ്രെയിമുകൾ, അതുപോലെ ഡോറുകൾ, അങ്ങനെ ഓരോന്നും നോക്കി മുന്നോട്ടേക്ക് പോവാണ്. എന്നാൽ ഇത്തവണ എക്സിറ്റ് 8 എത്തുന്നതിന് മുന്നേ ആയിട്ടൊരു ഡോറ് കാണുകയാണ്. അത് ചെറുതായിട്ടൊന്ന് തുറന്നു കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹരൂട്ടോ അത് തുറന്നു നോക്കണം. പൂർണ്ണമായി ഇരുട്ടാണപ്പോ. ഇതിനുള്ളിൽ എന്താണെന്ന് പോലും കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ ഉള്ളിലേക്കും അവർ കടന്നില്ല. എന്നാൽ പെട്ടെന്നാണ് അതിലൂടെ ഒരു ട്രെയിൻ പാസ്സായി പോകുന്നത്. അതിന്റെ ആ ഒരു ഡോറിന്റെ ഭാഗത്ത് ഒരാൾ നിൽക്കുന്നത് ഹരൂട്ടോ കാണുന്നുണ്ട്. ആ ആളെ കണ്ടപ്പോൾ ഹരൂട്ടോ തന്നെ ഞെട്ടിപ്പോവാണ്. അത് മറ്റാരുമല്ല, അവൻ തന്നെയാണ്. നേരത്തെ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് അവൻ ഫോണിൽ കളിച്ച് നിൽക്കുന്നുണ്ടായിരുന്നില്ലേ, ആ സെയിം സംഭവം അവൻ നേരിട്ട് കാണുകയാണ്. അതായത് അവന്റെ ഭൂതകാലം കഴിഞ്ഞു പോയ സംഭവത്തിന് അവൻ നേരിട്ട് കാണുകയാണ്. എന്തായാലും ഇത് അബ്നോർമൽ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് അവൻ വീണ്ടും തിരിച്ചു പോവാണ്. റേയും കൂടെ ഉണ്ട് കേട്ടോ.
കേട്ടോ. തിരിച്ചു പോയി നോക്കുമ്പോൾ ആ ബോർഡിൽ 6 എന്നായിട്ടുണ്ട്. അതായത് 6ാമത്തെ റൗണ്ടും കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി 7ാമത്തെ റൗണ്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് ഇപ്പോൾ ഹരൂട്ടയ്ക്ക് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഹരൂട്ട റേയോട് ചോദിക്കുകയാണ്, അല്ല ഇവിടുന്ന് പുറത്തേക്ക് പോയാൽ നീ എന്താ ചെയ്യാൻ പോകുന്നത്? ഇപ്പൊ റേ പറയുന്നത്, എനിക്ക് നല്ല കട്ടിയുള്ള ചീസ് ഭയങ്കര ഇഷ്ടമാണ്, അത് മേടിച്ച് ഞാൻ കഴിക്കുന്നവരാണ്. ഇപ്പൊ ഹരൂട്ടയോട് നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത് ചോദിച്ചപ്പോൾ അവന് പ്രത്യേകിച്ച് ഒരു പ്ലാനും ഇല്ല, എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന് പറയണം. ആ നേരത്തെ റേ കയ്യിലുണ്ടായിരുന്ന ഒരു ശംഖ് എടുത്ത് ഹരൂട്ടയ്ക്ക് കൊടുക്കുകയാണ്, ഇത് കയ്യിൽ വെച്ചോന്ന് പറയണം. എന്തായാലും ഇനി 6ാമത്തെ റൗണ്ട് അത് കംപ്ലീറ്റ് ചെയ്യണമല്ലോ. അപ്പൊ അതിനായിട്ട് ഇവർ ആ ഒരു ടണലിലൂടെ മുന്നോട്ടേക്ക് പോകുമ്പോൾ ഒരു പ്രത്യേകതരം ശബ്ദം കേൾക്കുന്നുണ്ട്. ഈ കപ്പലൊക്കെ ഉണ്ടല്ലോ, അതിൽ നിന്ന് വരുന്ന ഒരു സൈറനായിരുന്നു അത്. കേട്ട് കഴിഞ്ഞു അല്പനേരം കഴിഞ്ഞപ്പോൾ തന്നെ ശക്തമായിട്ടുള്ള വെള്ളം ഇങ്ങോട്ടേക്ക് അടിച്ചു തെന്നി വരികയാണ്. അതിൽപ്പെട്ട് റേ അതുപോലെ തന്നെ ഹരൂട്ടോ ഇവർ രണ്ടുപേരും ആ ഒരു വെള്ളത്തിൽപ്പെട്ട് ഒലിച്ചു പോകുന്നുണ്ട് കേട്ടോ. ഈ നേരത്ത് വെള്ളത്തിൽ മുങ്ങിയപ്പോൾ ഹരൂട്ടോ ഒരു വല്ലാത്ത ഇലൂഷനിലേക്ക് പോവാണ്. ഒരു കടൽ തീരത്ത് ഹരൂട്ടോ അതുപോലെ തന്നെ അവന്റെ ഗേൾഫ്രണ്ട് ആയിട്ടുള്ള യോനോ രണ്ടുപേരും നിൽക്കുകയാണ്. അവരുടെ മുന്നിലായിട്ട് ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിയെ നോക്കിയപ്പോൾ അത് മറ്റാരുമല്ല, ഇപ്പൊ ഹരൂട്ടയുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു പയ്യനുണ്ടല്ലോ റേ, അവനെ പോലെ തന്നെയുണ്ട്. ആ കുട്ടി ഇപ്പോൾ ഹരൂട്ടയെ നോക്കിയിട്ട് അച്ഛാ എന്ന് വിളിക്കുന്നുണ്ട്. ആ സമയത്ത് ഹരൂട്ടയുടെ ഒരു കോൺഫിഡൻസും ഒരു ധൈര്യമൊക്കെ വരികയാണ്. ഒരു കുട്ടിയുടെ അച്ഛനാവാനുള്ള ധൈര്യം ആംപിയറൊക്കെ എനിക്കുണ്ട്, എനിക്കതിന് പറ്റും എന്നവൻ വിചാരിച്ചു നിൽക്കുമ്പോൾ റേ കടലിൽ നിന്നും ഒരു ശംഖ് എടുത്ത് കൊണ്ടുവന്നിട്ട് ഹരൂട്ടയുടെ കയ്യിൽ കൊടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ ആ ഒരു ഇലൂഷൻ ഹരൂട്ടയുടെ കണ്ണിൽ നിന്ന് മാഞ്ഞു പോവാണ്. ഇപ്പൊ ആ ഒരു വെള്ളത്തിൽ ഇവർ രണ്ടുപേരും കുടിയും കിടക്കാണല്ലോ. നമ്പർ 8 എന്ന് എഴുതിയ ആ ഒരു സൈൻ ബോർഡിൽ എങ്ങനെയൊക്കെയോ റേനെ ഹരൂട്ട കൊണ്ടുവന്ന് ആക്കി കൊടുക്കുകയാണ്. അവനോട് അവിടെ പിടിക്കാൻ പറയുന്നുണ്ട്. എന്നാൽ ആ വെള്ളത്തിന്റെ ഒഴുക്കിൽ ഹരൂട്ട തെറിച്ചു പോവാണ്. കുറച്ചു നേരം കഴിഞ്ഞു ഇപ്പോ റേയെ കാണിക്കുകയാണ്. നേരത്തെ ആ ഒരു വെള്ളം വന്നതിൽ ഒരുപാടധികം കടലിലെ വേസ്റ്റുകൾ പോലെ എന്തൊക്കെയോ സാധനങ്ങൾ അവിടെ അടിഞ്ഞു കൂടിയിരിക്കുകയാണ്. അതിനിടയിലായിട്ട് ബോധമില്ലാതെ റേ കിടക്കുകയായിരുന്നു. അവനിപ്പോ അവിടുന്ന് പതിയെ എഴുന്നേൽക്കുന്നുണ്ട്. തൊട്ട് മുന്നിൽ തന്നെ എക്സിറ്റ് 8 എന്ന് പറഞ്ഞ ആ ഒരു ബോർഡും ഉണ്ട്. ഇത് താണ്ടി മുന്നോട്ടേക്ക് പോകണോ? ഒരിക്കലും പാടില്ല. കാരണം ഇപ്പൊ നടന്നത് അബ്നോർമൽ ആയിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ റേ തിരിച്ചു നടക്കുകയാണ്. തിരിച്ചു നടന്നു നോക്കുമ്പോൾ ആ ബോർഡിൽ 7 എന്നായിട്ടുണ്ട്. ശരിയാണ്, അവന്റെ തീരുമാനം ശരിയായിരുന്നു. എന്തായാലും റേ പിന്നീട് വീണ്ടും മുന്നോട്ടേക്ക് പോവാണ്. അവസാനത്തെ റൗണ്ടാണ്. ഇത്തവണ റേ ആ ടണലിലൂടെ നടക്കുന്ന സമയത്ത് യാതൊരു മാറ്റവും എവിടെയും അവന് കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ റേ ഇപ്പോൾ എക്സിറ്റ് 8ന്റെ മുന്നിൽ നിൽക്കുകയാണ്. അങ്ങനെ രണ്ടും കൽപ്പിച്ച് അവൻ നേരെ മുന്നോട്ടേക്ക് നടക്കുകയാണ്. അവന്റെ മുന്നിൽ ഇപ്പോൾ 2 വഴികളുണ്ട്. അതിലൊന്നിലൂടെ അവൻ പോവുകയാണ്. പിന്നീട് റേ എന്ന ആ ഒരു കുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്നിവിടെ കാണിക്കുന്നില്ല. അപ്പൊ നമ്മുടെ ഹീറോ ആയിട്ടുള്ള ഹരൂട്ടോ അവൻ മരിച്ചുപോയോ? ഇല്ല, ഹരൂട്ടയും ആ ഒരു വെള്ളത്തിന്റെ ഫോഴ്സിൽ കുറച്ച് ദൂരത്തേക്ക് ചെന്ന് വീണു എന്നേ ഉള്ളൂ. ഇപ്പോഴും ആ ഗെയിമിൽ തന്നെയാണ് ഹരൂട്ടോ ഉള്ളത്. ഹരൂട്ടയും 7ാമത്തെ റൗണ്ടും കംപ്ലീറ്റ് ചെയ്യാണ്. അവസാനത്തെ റൗണ്ടിലേക്ക് അവൻ പോവാൻ നിൽക്കുന്ന സമയത്ത് ഉള്ളിൽ ചെറിയൊരു ഭയമുണ്ട്. കാരണം ഇതെങ്ങാനും തെറ്റിപ്പോയാൽ വീണ്ടും ടൈം ലൂപ്പ് റീസ്റ്റാർട്ട് ആവും, 0യിൽ നിന്ന് വീണ്ടും തുടങ്ങേണ്ടി വരും. എന്തായാലും രണ്ടും കൽപ്പിച്ച് ഹരൂട്ടോ എക്സിറ്റ് 8ന്റെ അടുത്തേക്ക് എത്തി. ഇത്തവണ അവിടെ നോക്കുമ്പോൾ യാതൊന്നും അസ്വാഭാവികമായിട്ട് തോന്നില്ല. അവൻ മുന്നോട്ടേക്ക് നടക്കുകയാണ്. ഇപ്പോൾ മുന്നോട്ടേക്ക് നടന്ന സമയത്ത് ഇത്രയും നേരം കണ്ടതുപോലെയല്ല ചില വ്യത്യാസങ്ങളൊക്കെ കാണുന്നുണ്ട്. അതായത് ഈ ടൈം ലൂപ്പിൽ നിന്നും അവൻ പുറത്തേക്ക് എത്തിക്കഴിഞ്ഞു. അതുപോലെ തന്നെ എക്സിറ്റ് 8 എന്ന് പറഞ്ഞിട്ട് വേറൊരു ബോർഡ് കൂടെ കാണുകയാണ്. അതിന്റെ ആരോ മാർക്ക് താഴേക്കാണ്. നോക്കുമ്പോൾ താഴേക്കൊരു സ്റ്റെപ്പ് പടികൾ കാണുന്നുണ്ട്. എന്നാൽ ഇതിലൂടെ താഴേക്ക് പോണോ വേണ്ടയോ എന്നുള്ളൊരു ചോദ്യം അവന്റെ ഉള്ളിൽ വരികയാണ്. ഒരു ധൈര്യം തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ നേരത്തെ റേ കൊടുത്ത ആ ഒരു ശംഖ് അത് കയ്യിലെടുത്ത് കുറച്ചു നേരം ആലോചിക്കുകയാണ്. രണ്ടും കൽപ്പിച്ച് മുന്നോട്ടേക്ക് പോകാമെന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ ആ പടിക്കെട്ടുകൾ ഇറങ്ങിക്കൊണ്ട് ഹരൂട്ടോ താഴേക്ക് പോകണം. താഴേക്ക് പോകും തോറും കുറച്ച് ആളുകളുടെ കാലൊച്ചയും അവരുടെ ശബ്ദവും ഇതെല്ലാം കേൾക്കുകയാണ്. അധികം വൈകാതെ കുറച്ചധികം ആൾക്കാർ അവന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഇങ്ങോട്ടേക്ക് കയറി വരികയാണ്. അതുപോലെ സിഗ്നൽ ഇല്ലാതിരുന്ന അവന്റെ ഫോണിൽ ഇപ്പോൾ സിഗ്നൽ കിട്ടിയിട്ടുണ്ട്. അവൻ വേഗം പോയിട്ട് വെള്ളം കുടിക്കുകയാണ്. കുറച്ച് നേരമായി നല്ല ദാഹം ഉണ്ടായിരുന്നു. വെള്ളം കുടിച്ചു കഴിഞ്ഞ് അവൻ നോക്കുമ്പോൾ എല്ലാ ആൾക്കാരും കൂടെ കുറച്ച് സ്റ്റെപ്പുകൾ കയറി മുകളിലേക്ക് പോകുന്നുണ്ട്. അവിടെയുണ്ട് എക്സിറ്റ് 8 എന്ന് എഴുതിയിട്ടുണ്ട്. സോ ഇതായിരിക്കും പുറത്തേക്ക് പോകാനുള്ള ഒരു വഴി. ഇനി നേരത്തെ പോലെ പെട്ടുപോകണോ എന്നുള്ള ഒരു ആശയക്കുഴപ്പം കൂടെ അവന്റെ ഉള്ളിലുണ്ട്. എന്നാലും രണ്ടും കൽപ്പിച്ച് അവൻ നേരെ അതിന്റെ ഉള്ളിലേക്ക് കയറി പോവാണ്. പോകുന്ന സമയത്ത് അവനിപ്പോ യോനയെ വിളിക്കുന്നുണ്ട്. യോനയോട് നീ എവിടെയാണെന്ന് ചോദിക്കുകയാണ്. അപ്പൊ അവള് പറയുന്നത് ഞാൻ ഹോസ്പിറ്റലാണ്, ചില കാര്യങ്ങളൊക്കെ ഞാൻ തീരുമാനിച്ചു എന്നും യോന പറയാണ്. നീ എന്തായാലും അവിടെ വെക്ക്, ഞാൻ അങ്ങോട്ടേക്ക് വരിക, നമുക്ക് ഒരുമിച്ച് ഒരു തീരുമാനം എടുക്കാന്ന് പറയണം. അങ്ങനെ സ്റ്റെപ്പുകൾ ഇറങ്ങിക്കൊണ്ട് ഇപ്പൊ ഹരൂട്ടോ നേരെ ട്രെയിനിൽ പോയിട്ട് കയറുകയാണ്. ട്രെയിനിൽ നല്ല തിരക്കുണ്ടായിരുന്നു, സീറ്റൊന്നും കിട്ടിയില്ല. അവൻ അങ്ങനെ നിൽക്കുകയാണ്. അവൻ ഫോണിൽ കളിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതേ നേരം തൊട്ടപ്പുറത്തുണ്ടായിരുന്ന ഒരു സ്ത്രീ, അവരുടെ കയ്യിൽ ഒരു കുഞ്ഞുണ്ടായിരുന്നു. ആ കുഞ്ഞ് നന്നായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതേ നേരം ആ കുഞ്ഞിന്റെ അടുത്തുണ്ടായിരുന്ന ഒരാൾ പറയാണ്, അതായത് ആ അമ്മയോട് പറയാണ്, ഒന്ന് നിങ്ങൾക്ക് ഈ കുട്ടിയെ കൊണ്ടുവരാതിരുന്നൂടെ, എന്തൊരു ശല്യമാണ്, ചുറ്റും എത്ര സൈലന്റ് ആയിട്ടാണ് ആൾക്കാർ ഇരിക്കുന്നത്, ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് എന്തിനാണ് കുട്ടികളെ ഇങ്ങോട്ടേ കൊണ്ടുവരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ ഭയങ്കരമായിട്ട് ആ പാവം സ്ത്രീയോട് ചൂടാവുകയാണ്. ഇത് കണ്ട് ഹരൂട്ടോ ആകെ ഞെട്ടിത്തരിച്ചങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഇവിടെയാണ് പടം തീരുന്നത്. അപ്പൊ ഈ സിനിമയെ നമുക്ക് ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് രണ്ട് രീതിയിൽ പറയാം. അതായത് പൂർണ്ണമായിട്ടും ഹരൂട്ടോ തോറ്റുപോയി വീണ്ടും ആ ഒരു ടൈം ലൂപ്പ് റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അല്ലെങ്കിൽ ഹരൂട്ടോ ആ സ്ത്രീ അങ്ങനെ ചീത്ത പറയുന്നത് നോക്കി നേരത്തെ ഇറങ്ങി വന്നില്ലേ, അവനിപ്പോ രണ്ടാമതൊരു അവസരം കിട്ടിയിരിക്കുകയാണ്. ആ സ്ത്രീയെ അപമാനിച്ച ആളുണ്ടല്ലോ, അയാളോട് വേണമെങ്കിൽ ഹരൂട്ടോയ്ക്ക് ഇപ്പൊ നേരിട്ട് ചോദിക്കാം, അയാളോട് പ്രതികരിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഒന്നില്ലെങ്കിൽ ഇതൊരു ടൈം ലൂപ്പ്, അല്ലെങ്കിൽ ഹരൂട്ടോയ്ക്ക് കിട്ടിയ രണ്ടാമതൊരു അവസരം. പിന്നീട് ഭയങ്കര കാവ്യാത്മകമായിട്ട് നോക്കുകയാണെങ്കിൽ പല ആശയങ്ങളും ഇതിന്റെ പിന്നിലുണ്ട് കേട്ടോ. ഉദാഹരണത്തിന് എക്സിറ്റ് 8 അതൊരു പോയിന്റ് ആണ്, നമ്മുടെ ലൈഫിലെ ഒരു പോയിന്റ് പോലെ കണക്കാക്കാം. അപ്പൊ നമ്മൾ ആ ഒരു പോയിന്റിൽ എത്തുമ്പോൾ നല്ല കാര്യങ്ങളാണ്, ഓക്കെ ആണെങ്കിൽ നമുക്ക് മുന്നോട്ടേക്ക് പോകാം. സംതിങ് വ്യത്യസ്തമായ എന്തെങ്കിലും, അതായത് റോങ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യമാണെങ്കിൽ ആ ലൈഫിന്റെ പോയിന്റിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നെങ്കിൽ നമ്മൾ
തിരിച്ചു വരണം. അങ്ങനെ ഒരു ആശയം കൂടി സിനിമയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ജപ്പാനിലേക്ക് ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് വെച്ചാൽ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു ലൂപ്പാണ്. രാവിലെ എഴുന്നേൽക്കുക, പണിക്ക് പോവുക. അവിടെയുള്ള ആൾക്കാരൊക്കെ ഭയങ്കര വർക്കഹോളിക്കാണ്. വേണമെങ്കിൽ അവരുടെ ആ ഒരു ലൈഫ് സ്റ്റൈലിന്റെ ഒരു പ്രതീകമായിട്ട് വേണമെങ്കിലും ഈ ഒരു കഥയെ നമുക്ക് കാണാം. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അത് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാം. മാത്രമല്ല ഇതുപോലെ വ്യത്യസ്തമായ കഥകൾ കേൾക്കണോ? ദാ സ്ക്രീനിലൊരു ബോക്സ് കണ്ടില്ലേ, അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി, നേരെ ആ കഥയിലേക്ക് പോവാം. ഇനി എന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.